സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ പേരിനൊരു വെടിനിർത്തൽ മാത്രമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ഇസ്രായേൽ വീണ്ടും പലതവണ ലെബനോണിലെ ഹിസ്ബുള്ള ഡെസ്റ്റിനേഷൻസ് ആക്രമിച്ചിട്ടുണ്ട്. തെക്കൻ ലെബനോണിൽ, പ്രത്യേകിച്ചും ഈ സിറിയയുടെയും ലെബനോണിൻ്റെയും ഒരു കോറിഡോറിൽ പലതവണ ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങളെ, ആയുധം കടത്താൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളെ ഇസ്രായേൽ ആക്രമിക്കുകയുണ്ടായി, പലതവണ ബോംബിടുകയുണ്ടായി. അതുകൂടാതെ തെക്കൻ ലെബനോണിൻ്റെ മറ്റു ചില ഭാഗങ്ങളിലും ഇസ്രായേൽ ഹിസ്ബുള്ള ആയുധ സംഭരണം നടത്തുന്നു എന്ന സംശയമുള്ള പ്രദേശങ്ങളിലൊക്കെ ഇസ്രായേൽ വീണ്ടും ബോംബ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ വെടിനിർത്തൽ വാസ്തവത്തിൽ ഹിസ്ബുള്ളയ്ക്ക് മാത്രം ബാധകമായ ഒരു സംഗതിയാണ് എന്ന നിലയിലാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. കാരണം അവരുടെ കരാറിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, ലിത്താനിയ നദിയുടെ തെക്ക് ഭാഗത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള മിലിറ്ററി ആക്ടിവിറ്റി ഈ ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ, ഭീകര പ്രവർത്തനത്തിൻ്റെ ആക്ടിവിറ്റി ഉണ്ടാവുകയാണെങ്കിൽ മുൻകൂട്ടി ആക്രമിക്കാനുള്ള അനുവാദം അവർ വാങ്ങിയിരുന്നു. അത് അവർ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള മിലിറ്ററി ബിൽഡപ്പും അവിടെ അവർ അനുവദിക്കുന്നില്ല. എന്തെങ്കിലും തരത്തിലുള്ള മിലിറ്ററി ബിൽഡപ്പ് എന്ന് തോന്നിയാൽ അപ്പം തന്നെ അവർ അത് ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിറിയ ലെബനോൺ കോറിഡോറിന് വളരെ പ്രാധാന്യമുണ്ട്. സിറിയയിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഉണ്ടാകുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ആയുധ കടത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അത് നമ്മൾ പിന്നീട് വാർത്തയുടെ വേറൊരു ഭാഗത്ത് അത് പറയും. ഈ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടായ ഒരു കാര്യം, ഇന്നലെ ഏദൻ അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു ബന്ധിയെ ഹമാസ് അതിൻ്റെ പ്രൊപ്പഗാൻഡയുടെ ഭാഗമായി പ്രദർശിപ്പിച്ചിരുന്നു. അയാളുടെ 3 മിനിറ്റ് നീളുന്ന ഒരു വീഡിയോ, ഇവരുടെ ബന്ധിയാണത്. 20 വയസ്സുള്ള ഒരു ജൂയിഷ് ബോയാണ്. അദ്ദേഹം പട്ടാളക്കാരനാണ്. ഞാൻ ബോയ് എന്ന് വിളിച്ച് 20 വയസ്സേ ഉള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഈ സയൂത്ത് അദ്ദേഹം പട്ടാളക്കാരനാണ്, അമേരിക്കക്കാരനാണ്, അമേരിക്കൻ ഇസ്രായേലി പൗരനാണ്. കാരണം അദ്ദേഹം അമേരിക്കയിൽ ജനിച്ചു വളർന്ന ആളാണ്, പക്ഷേ അയാൾ ജൂ ആണ്. അതുകൊണ്ട് അദ്ദേഹം ഇസ്രായേലിൽ വന്ന് ഇസ്രായേലി പൗരത്വവും എടുത്തിട്ടുണ്ട്. കൂടാതെ ഇസ്രായേലിനെ മിലിറ്ററി പരമായി സഹായിക്കാൻ വേണ്ടി അദ്ദേഹം ഇസ്രായേൽ മിലിറ്ററിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ, വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ, ദറ്റ് മീൻസ് ഒരു ട്രെയിനിങ് പീരീഡാണത്. ആ കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ഈ ഹമാസ് ഭീകരരുടെ പിടിയിലാവുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ാം തീയതിയാണ് ഇവരുടെ പിടിയിലാവുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് 20 വയസ്സേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഈദൻ അലക്സാണ്ടർ എന്നാണ്. ഏദൻ അലക്സാണ്ടർ. അപ്പം ഇവൻ സാധാരണ ചെയ്യുന്നതാണ്. ഏത് കള്ളന്മാരാണെങ്കിലും ഒരു ബന്ധിയെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് ആ ബന്ധിയുടെ മുഖത്ത് കയറുന്ന അവനെ കുറേ ഇടിപ്പിച്ച് അവർക്ക് പറയേണ്ട കാര്യങ്ങൾ കുറേ പറയിപ്പിച്ച് അതിൻ്റെ വീഡിയോ കൊടുത്തിട്ട് പൈസ താ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും താ എന്ന് പറഞ്ഞിട്ട്, അതെല്ലാ കൊള്ളക്കാരും ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ആ ഒരു ടെക്നിക്കാണ് ഇവരും ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഹമാസും അപ്ലൈ ചെയ്യുന്ന ആ സെയിം ടെക്നിക്കാണ്. അപ്പോൾ അവർ അന്ന് ഉദ്ദേശിച്ചത് ഈ പറയുന്ന 250 ബന്ദികളെ പിടിച്ചുകൊണ്ട് പോയാൽ പിന്നെ ഇസ്രായേൽ മിണ്ടുകയില്ല, അവർക്ക് ഇസ്രായേലിനെ മുൾമുനയിൽ നിർത്തി അവർക്ക് വേണ്ടത് വാങ്ങിയെടുക്കാമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ അവർക്ക് കിട്ടിയത് 45,000 മരണങ്ങളാണ് അവർക്കതിന് റിസൾട്ടായിട്ട് കിട്ടിയത്. ബന്ദികളുടെ ഭാഗത്ത് നിന്ന് കുറച്ച് ആളുകൾ മരിച്ചുപോയി. ആ 250-ൽ 105 പേരെ ഇവർ തിരിച്ചു കൊടുത്തു. ബാക്കി 97 മുതൽ 101 വരെ ആളുകൾ ഇപ്പോഴും ഗാസ സ്ട്രിപ്പിലുണ്ട് എന്നാണ് ഇസ്രായേലിൻ്റെ കണക്ക്, IDF-ൻ്റെ കണക്ക്. അതിൽ 37 പേര് മരിച്ചു പോയിട്ടുണ്ട്. അത് ഡെഡ് ബോഡിയാണ്. ഡെഡ് ബോഡി ഇവരുടെ കയ്യിലുണ്ടെന്നാണ് വിചാരിക്കപ്പെടുന്നത്. അതിൽ ജീവനോടെയുള്ള ഒരാളുടെ ആണ് ഈ വീഡിയോ ഇപ്പം കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവർ ട്രംപിനുള്ള ഒരു വീഡിയോ എന്നുള്ള നിലയ്ക്കാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത്. ട്രംപിനോട് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും എത്രയും വേഗം തീർക്കണം നെതന്യാഹുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ ബൈഡൻ ചെയ്ത തെറ്റ് നിങ്ങൾ ചെയ്യാൻ പാടില്ല. ബൈഡൻ ചെയ്ത തെറ്റെന്താണ്? ബൈഡൻ പ്രത്യേകിച്ച് തെറ്റൊന്നും ചെയ്തില്ല. നെതന്യാഹുവിനെ ആക്രമിക്കുവാൻ പെർമിറ്റ് ചെയ്തു എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അമേരിക്കൻ പൗരന്മാരടക്കമുള്ളവർ ഇവരുടെ കസ്റ്റഡിയിലുണ്ടായിരുന്നു. അപ്പോൾ ആ അമേരിക്കൻ പൗരന്മാരടക്കമുള്ളവർ വധിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അന്ന് തിരിച്ചൊരു ആക്രമണം ഉണ്ടാവരുതായിരുന്നു. ഞങ്ങൾ ബന്ദികളെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഞങ്ങളുടെ കാൽക്കീഴിൽ വന്ന് കുമ്പിട്ട് ഞങ്ങൾ പറയുന്നതെല്ലാം കേട്ട് ബന്ദികളെ തിരിച്ചു വാങ്ങിക്കൊണ്ട് പോകണമായിരുന്നു എന്നാണ് ഹമാസ് ഇപ്പം ഈ ബന്ദിയിലൂടെ ഇവർ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എത്രയും വേഗം ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളിങ്ങനെ മരണത്തിൻ്റെ വക്കിലാണ്. ഇതൊക്കെ സാധാരണ എല്ലാ ബന്ദി നാടകങ്ങളിലും ഉള്ളതാണ്. അപ്പോൾ ഇതിന് സ്വാഭാവികമായിട്ടും വലിയ ടെൻഷൻ ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പം അവരുടെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവും. അപ്പം എങ്ങനെയെങ്കിലും ഇയാളെ മോചിപ്പിക്കണമെന്നൊരു ഒരു ചിന്ത വരും. ആ ചിന്തയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഹമാസുമായിട്ട് ഇവരുടെ ഒത്തുതീർപ്പിലേക്ക് എത്തുമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്, ഹമാസ് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഒരു ഒത്തുതീർപ്പ് ടേബിളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിന് ട്രംപും ഇതിന് നെതന്യാഹുവും ബൈഡനും പറഞ്ഞ മറുപടി, ട്രംപ് ഇതിനെ സംബന്ധിച്ച് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഈ മുഴുവൻ ബന്ദികളെയും നിങ്ങൾ തിരിച്ചേൽപ്പിച്ചാൽ ഇന്ന് ഈ നിമിഷം ഈ പ്രശ്നം അവസാനിപ്പിക്കാം എന്നാണ് അവർ പറഞ്ഞത്. നിങ്ങൾ മുഴുവൻ ബന്ദികളെയും എപ്പോൾ തിരിച്ചേൽപ്പിക്കുന്നു അപ്പോൾ ഈ പ്രശ്നം അവസാനിപ്പിക്കാം. അവർക്ക് നല്ല ഉറപ്പുണ്ട് ഈ ബന്ദികളെ ഇവർക്ക് പൂർണ്ണമായിട്ട് തിരിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ പലതവണ പറഞ്ഞൊരു വിഷയമാണ്, ഇവർ ഈ പറയുന്ന ബന്ദികൾ പൂർണ്ണമായും ഇവരുടെ കസ്റ്റഡിയിലില്ല.
ഈ കസ്റ്റഡി ഇവർ എവിടെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ ധാരണയുമില്ല. അതുകൊണ്ട് ഈ പറയുന്ന 101 ബന്ദികളെ കൃത്യമായിട്ട് അക്കൗണ്ട് സഹിതം ഇവരുടെ മുമ്പിൽ ഇന്നയാൾ ഇന്നതുപോലെ ഒന്നെങ്കിൽ മരിച്ചിട്ട് അല്ലെങ്കിൽ ജീവനോടെ ഇവർക്ക് തിരിച്ചു കൊടുക്കാനാവില്ല. അപ്പോൾ അതുകൊണ്ട് ബന്ദികളെ മുഴുവൻ നമുക്ക് ഈ പ്രശ്നം തീർക്കാം എന്ന് ഇവർ പറയുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഇതാണ്. അപ്പോൾ അതിനിടയിലൂടെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇന്നലെ ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് ഏൽ എന്നാണ്, ഏലിനെ കോൺടാക്ട് ചെയ്തിരുന്നു. ഈ വിഷയം എത്രയും വേഗം ഞങ്ങൾ തീർക്കും എന്ന് പറഞ്ഞിരുന്നു. അതുകൂടാതെ ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് ഐസക് ഹെർസോഗും അദ്ദേഹത്തിൻ്റെ ഭാര്യ മിഷാലും കൂടി ഇന്നലെ പിന്നെ ഇവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ഇവരുടെ വീട്ടിൽ പോയി ലേഡിയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരോട് പറയുന്നത് ബിഹൈൻഡ് ദ സീൻ ടോക്സ് നടക്കുന്നുണ്ട് എന്നാണ്. ഈ ഇസ്രായേൽ പ്രസിഡന്റ് തന്നെ പറഞ്ഞെങ്കിൽ ബിഹൈൻഡ് ദ സീൻ ടോക്ക്, ഒഫീഷ്യലായിട്ടുള്ള ടോക്കുകളല്ല നടക്കുന്നത്, ഒരു തേർഡ് പാർട്ടി ഉപയോഗിച്ചുകൊണ്ടുള്ള ടോക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ കെയ്റോയിൽ അങ്ങനെ ഒരു ടോക്ക് മുന്നേറുന്നുണ്ട് എന്നുള്ള ന്യൂസുകൾ വരുന്നുണ്ട് ഈ ഹമാസുമായിട്ടുള്ള വിഷയം സംസാരിച്ചു തീർക്കാൻ. അപ്പോൾ ഒരു കുഞ്ഞു വിഷയമല്ല. ഒന്ന് ഈ 101 ബന്ധികൾ അല്ലെങ്കിൽ കാണാതായിപ്പോയ ഈ 125 ബന്ധികളെ തിരിച്ചു കൊടുത്തത്. ഈ തിരിച്ചു കൊടുത്തതല്ലാത്ത ബന്ധികൾ, പിന്നെ ഡെഡ് ബോഡി കിട്ടിയ കുറച്ച് പേരുണ്ട്. അതല്ലാതെ ബാക്കിയുള്ള ബന്ദികളുടെ കൃത്യമായ അക്കൗണ്ട് ഇവർ കൊടുക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ വിഷയമാണ്. 2, ഈ ഗാസ സ്ട്രിപ്പിൽ ഒരു കാരണവശാലും ഹമാസിനെ ഭരിക്കാൻ അനുവദിക്കുകയെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. അത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ എന്തായാലും ഹമാസ് തയ്യാറാവില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ചും ഒരു ഡിസ്കഷൻ അവിടെ ആവശ്യമായി വരും. ആര് ഗാസ സ്ട്രിപ്പിനെ നിയന്ത്രിക്കും എന്നുള്ളത്, അതിൽ ഇസ്രായേലി പട്ടാളത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ മിലിറ്ററി പ്രസൻസ് അവിടെ എത്രത്തോളം വരും എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ കൃത്യമായൊരു തീരുമാനം എത്തേണ്ടി വരും. ഇതൊരു സെറ്റിൽമെൻറ്റിലേക്ക് എത്തണമെങ്കിൽ. കാരണം ഹിസ്ബുള്ളയായിട്ട് വെടിനിർത്തുന്നത് പോലെ അല്ല ഹമാസുമായിട്ടുള്ള വിഷയം തീർക്കുന്നത്. അതിന് വളരെ എലാബറേറ്റ് ആയിട്ടുള്ള ടോക്കുകൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ അത് എന്തായാലും വലിയ താമസിയാതെ ആ കാര്യം സംഭവിക്കുന്നതായിരിക്കും. അതിനിടയിലൂടെ യമനിൽ നിന്നും ഇസ്രായേലിലേക്ക് ഒരു ബാലിസ്റ്റിക് മിസൈൽ വന്നിട്ടുണ്ട്. ഇന്നലെ ഇസ്രായേലിൻ്റെ പകുതി റീജിയണിൽ ഇതിൻ്റെ പേരിൽ സൈറൺസ് മുഴങ്ങുകയും ആളുകൾ വളരെയേറെ ഭയപ്പെടുകയും ചെയ്തു. അപ്പോൾ ഒരു ബാലിസ്റ്റിക് മിസൈൽ റഡാറിൻ്റെ ദൃഷ്ടിയിൽ വെട്ടുകഴിഞ്ഞാൽ റഡാർ അപ്പം തന്നെ ഇതിൻ്റെ ട്രാക്ക് കാൽക്കുലേറ്റ് ചെയ്യും. ട്രാക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇസ്രായേലിൽ ഇത് വീഴാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ മുഴുവൻ ആ സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സൈറൺസ് പുറത്തേക്ക് വരും. അപ്പോൾ ആ സൈറൺസ് വരുമ്പോഴും ആ സമയത്ത് തന്നെയാണ് പട്ടാളക്കാരും അറിയുന്നത്. ഇങ്ങനെ ഒരു കാര്യം വരുന്നുണ്ടെന്നുള്ള കാര്യം പട്ടാളക്കാരും അറിയുന്നത് ഈ സൈറൺസ് വരുന്ന സമയത്ത് തന്നെയാണ്. അപ്പോൾ ഇവർ പിന്നെ ഈ മിസൈൽ വരുന്നത് കേട്ട് ജനം പേടിച്ച് ഓടി ബങ്കറുകളിലേക്ക് പോയി ഒളിക്കും. അപ്പോൾ മിസൈലിന് ആ മിസൈൽ ഇവരുടെ ലാൻഡിലേക്ക് എത്താനുള്ള സമയത്തിന് മുമ്പ് തന്നെ ആൾക്ക് ബങ്കറിൽ ഒഴിക്കാനുള്ള സമയം കിട്ടും. കാരണം ഒരു 10,000 കിലോമീറ്റർ അപ്പുറത്ത് തന്നെയാണ് ഈ മിസൈൽ, ഒരു 500 കിലോമീറ്റർ അപ്പുറത്ത് തന്നെയാണ് ഈ മിസൈലിൻ്റെ പ്രസൻസ് റഡാർ കണ്ടുപിടിക്കുകയും ആ മിസൈൽ പോകുന്ന ട്രാക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയും കാൽക്കുലേറ്റ് ചെയ്ത് ആ റീജിയൻ മൊത്തം സൈറൺ മുഴങ്ങി. അപ്പോൾ ഇസ്രായേൽ അക്രോസ് ദ ഇസ്രായേൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അക്രോസ് ദ ഇസ്രായേൽ മുഴുവൻ ഈ മിസൈൽ സൈറൺ മുഴങ്ങി. മിസൈൽ വരുന്നതിൻ്റെ മുന്നറിയിപ്പുള്ള സൈറൺ മുഴങ്ങി. അപ്പോൾ ആളുകൾ ബഹളം വെച്ച് സമയമില്ല, വിതിൻ സെക്കൻഡ്സ് ഇതിങ്ങെത്തും. മിസൈൽ ബാലിസ്റ്റിക് മിസൈലാണ്, ഭയങ്കര വേഗതയുള്ള സാധനമാണ്, പറഞ്ഞ സമയം കൊണ്ട് ഇതിങ്ങെത്തും. അപ്പം ജനം ഭയന്ന് പേടിച്ച് ഓടി ബങ്കറിലേക്ക് ഓടുന്നതിനിടെ വീണിട്ടൊക്കെ കുറച്ച് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇത് മിസൈൽ ഇവരുടെ രാജ്യത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ഇത് പിന്നെ എയർഫോഴ്സാണ് തകർത്തിരിക്കുന്നത്. അപ്പം ഈ സിഗ്നൽ കിട്ടി അപ്പം തന്നെ എയർഫോഴ്സിൻ്റെ ഫ്ലൈറ്റുകൾ പൊന്തുകയും ആരോ മിസൈൽ ഉപയോഗിച്ച ആൻറ്റി മിസൈൽ സിസ്റ്റമാണ് ആരോ എന്ന് പറയുന്നത്, ആരോ ആൻറ്റി മിസൈൽ സിസ്റ്റം ഉപയോഗിച്ച് മിസൈൽ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നെ ഡെബ്രി ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതിനുവേണ്ടി അവർ തിരഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടും ന്യൂസിലുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഇസ്രായേൽ ഈ കറണ്ട് സിറ്റുവേഷൻ. ലെബനോണിൽ അവരിപ്പോഴും അവരുടെ ബോംബിംഗ് ആക്ടിവിറ്റി തുടരുന്നുണ്ട്. പക്ഷേ ആളുകൾക്കൊന്നും മരണം സംഭവിക്കാത്ത രീതിയിലുള്ളതാണ്. ഇവരുടെ മിലിറ്ററി, ഈ ഹിസ്ബുള്ളയുടെ മിലിറ്ററി റിലേറ്റഡ് മൂവ്മെൻറ്റിന് നേരെയാണ് ആക്രമണങ്ങൾ നടക്കുന്നത്. പ്രത്യേകിച്ചും ലെബനോൺ സിറിയ ഒരു ട്രാക്കിൽ രണ്ട് ട്രാക്കുകളാണ്. ഒരു ട്രാക്കിലാണ് പ്രധാനമായിട്ടും ഇവർ ആക്രമണം നടത്തുന്നത്. അതായത് ഇവരുടെ സപ്ലൈ ചെയിൻ മുറിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധങ്ങൾ പൂർണ്ണമായും തകർത്ത് കളയുക, ഹിസ്ബുള്ളിനെ കംപ്ലീറ്റ് ഡിസ്മാൻഡിൽ ചെയ്ത് കളയുക എന്നുള്ളതാണ്. അപ്പോൾ ഹിസ്ബുള്ളയുടെ ഈ ലെബനോണിലും സിറിയയിലുമുള്ള സർവ്വ ആയുധ സംഭരണ കേന്ദ്രങ്ങളും തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ധാരാളം സ്ഥലങ്ങളിൽ ആയുധങ്ങൾ ഇവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. മിസൈൽസും ഡ്രോൺസും ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ മാനുഫാക്ചറിങ് സെൻറ്റേഴ്സ് ഒക്കെ കണ്ടുപിടിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സിറിയയുടെ പല ഭാഗത്തും, ഈവൻ ആലപ്പോയിൽ പോലും, ആലപ്പോ എന്നൊക്കെ പറയുന്നത് അങ്ങ് പിന്നെ നോർത്തിൽ കിടക്കുന്ന സ്ഥലമാണ്, സിറിയയുടെ മറ്റേ എക്സ്ട്രീമിലുള്ളതാണ്. ഇസ്രായേൽ വെച്ച് നോക്കുമ്പോൾ മറ്റേ എക്സ്ട്രീമിലുള്ളതാണ്. അവിടെ പോലും ഇസ്രായേൽ ആർമി ആക്രമണം നടത്തിയിരുന്നു. അപ്പോൾ ഈ ആക്രമണം മുഴുവൻ ഇവരുടെ ഇങ്ങനത്തെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഹിസ്ബുള്ളയുടെ കംപ്ലീറ്റ് കൈയും കാലും ഒടിച്ചിടുക. ആ ഹിസ്ബുള്ളയുടെ കൈയും കാലും ഒടിഞ്ഞതിൻ്റെ ഇഫക്റ്റാണ് ഇപ്പോൾ സിറിയയിൽ കാണുന്നത്. സിറിയയിലെ റിബൽ ഫോഴ്സ് ഇപ്പം സിറിയൻ നോർത്തിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. സൗത്തിലുണ്ട് ചെറിയൊരു ഭാഗം. പക്ഷേ നോർത്തിലുള്ള ഈ റിബൽ ഫോഴ്സ് വളരെ ശക്തി പ്രാപിച്ച് ഉള്ളിലേക്ക് കിടക്കുകയും ആലപ്പോ അവർ പിടിച്ചെടുക്കുകയും ചെയ്തു. 2016 ആലപ്പോ എന്ന് പറയുന്ന കേന്ദ്രം സിറിയയിലെ ഡമാസ്കസ് കഴിഞ്ഞാൽ പിന്നുള്ള വലിയ സിറ്റിയാണ്, വലിയ ചരിത്ര പ്രധാനമായ സിറ്റിയാണ്. ആ ആലപ്പോ പട്ടണം
ഇപ്പോൾ ലബനീസ് ഫോഴ്സ് ഇപ്പോൾ ഈ റിബൽ ഫോഴ്സ് അത് പിടിച്ചടക്കിയിരിക്കുകയാണ്. അപ്പോൾ അത് പിന്നെ സുന്നികളുടെ ഒരു 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 ഫോഴ്സാണ്. ഈ റിബൽ ഫോഴ്സ് എന്ന് പറയുന്നത് സുന്നികളുടെ ഒരു ഫോഴ്സാണ്. ആ ഫോഴ്സിൻ്റെ പേര് HTS ആണ്, അതിൻ്റെ ഷോർട്ട് ഫോം HTS. പഴയ അൽഖ്വയ്ദയാണ്. പണ്ട് അൽഖ്വയ്ദയും പിന്നീട് അത് ISIS എന്ന് പറയുകയും ഒക്കെ ചെയ്ത് ഇങ്ങനെ പേര് ഇതിന് മാറി മാറി വന്ന് ഇപ്പോൾ HTS എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇത് സുന്നി തീവ്രവാദി സംഘടന, ഇത് തീവ്രവാദി സംഘടന തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പിന്നെ ഇവരുടെ ഒരു 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 കാര്യം ബൈബിളിൽ പറയുന്നത് പോലെ ബൈബിൾ ഉൽപ്പത്തിയിലെ 16:12 ഇസ്മായിലിനെയും അവൻ്റെ സന്തതികളെയും കുറിച്ച് ഒരു പ്രഡിക്ഷനുണ്ട്. ആ പ്രഡിക്ഷൻ എങ്ങനെയാണ്? അവൻ കാട്ടുകഴുതയ്ക്കൊത്ത മനുഷ്യനായിരിക്കും. അവൻ്റെ കൈ എല്ലാവർക്കും എതിരായും എല്ലാവരുടെയും കൈ അവനെതിരായും ഉയരും. അവൻ തൻ്റെ സഹോദരങ്ങൾക്കെതിരായി വർത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ പിന്നെ ഈ ഇസ്മായിലിനെ സംബന്ധിച്ചുള്ള ഒരു പ്രഡിക്ഷനാണ്. അത് ഒരു മൃഗവുമായിട്ട് അതിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. കാട്ടുകഴുതയ്ക്കൊത്ത മനുഷ്യനായിരിക്കും. അതിന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അവൻ്റെ കൈ എല്ലാവർക്കും എതിരായും എല്ലാവരുടെയും കൈ അവനെതിരായി ഉയരും എന്ന് പറഞ്ഞാൽ എല്ലാവരോടും വഴക്കുണ്ടാകും, എല്ലാവരോടും തിരിച്ചും വഴക്കുണ്ടാകും. അവൻ തൻ്റെ സഹോദരങ്ങൾക്കെതിരെ പ്രവർത്തിക്കും, സഹോദരങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഭൂമിയിൽ ഒരുത്തനെയും ജീവിക്കാൻ സമ്മതിക്കാതെ നിരന്തരമായി കലഹങ്ങൾ ഉണ്ടാക്കുക. ഇതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നിരന്തരമായി കലഹം ഉണ്ടാക്കുക. അവരുടെ രാജ്യങ്ങളിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തരും, മറ്റുള്ളവരുടെ രാജ്യങ്ങളൊന്നും പ്രശ്നം ഉണ്ടാക്കും. ഇപ്പോൾ ഈ ഹമാസ് എന്ന് പറഞ്ഞ ഈ ഭീകര സംഘം ഇവർ ഇസ്രായേലിനോടാണ്, മറ്റുള്ളവരോടാണ് വഴക്ക്. ഈ മറ്റുള്ളവരുടെ വഴക്കം കഴിഞ്ഞ് അവസാനം ഖത്തർ കഴുത്തിന് പിടിച്ച് ഇറക്കി വിട്ടു. ഇപ്പോൾ എവിടെ പോയി? ഇപ്പോൾ പോയിട്ട് പിന്നെ തുർക്കി ഇവർക്ക് അഭയം കൊടുത്തിരിക്കുകയാണ്. എന്താ ഈ തുർക്കിയുടെ താല്പര്യം? ഈ ഇസ്ലാമിക ലോകത്തിൽ ഒരു ഖലീഫ വേണം. ഖലീഫ എന്ന് പറഞ്ഞാൽ മറ്റേ ക്രിസ്ത്യാനികളുടെ മാർപ്പാപ്പ പോലെ ഇവരുടെ മതത്തിൻ്റെ മൊത്തം ലീഡറാവാൻ ശ്രമിക്കുന്ന ആ ഒരു പൊസിഷൻ്റെ പേരാണ് ഖലീഫ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഖലീഫ അത് മുഹമ്മദ് നബിയുടെ പിന്മുറക്കാരാണെന്ന് വിശ്വസിക്കുന്ന ഒരു ഖലീഫ, ഒരു ലീഡർഷിപ്പ്. ഈ ലീഡർഷിപ്പിന് വേണ്ടി ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിൽ ഇത് ഇപ്പം ഉള്ളത് സൗദി അറേബ്യക്കാണ് ഈ ഒരു അധികാര സ്ഥാനമുള്ളത്. കാരണം മെക്കയും മദീനയൊക്കെ അവരുടേതാണ്. ഇത് ഇവരുടെ നിന്ന് പിടിച്ചു പറിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. അപ്പം ഇതിന് മോഹമുള്ള വേറെ രണ്ടുപേർക്കും ഉണ്ട്. അതിലൊന്ന് ഖത്തറാണ്, വേറെ ഒന്ന് തുർക്കിയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഇസ്ലാമിൻ്റെ തലസ്ഥാനമാവാൻ ആർക്ക് സാധിക്കുന്നു? ഇപ്പോൾ ഇസ്ലാമിൽ ഈ പാലസ്റ്റീൻ എന്ന് പറയുന്നൊരു സിമ്പലാണ്. ഇപ്പോൾ യൂതന്മാരും ക്രിസ്ത്യാനികളും എല്ലാം കൂടി ഈ ഇസ്ലാമിനെ ആക്രമിക്കുന്നതായിട്ടാണ്, അതിൻ്റെ ഒരു സിമ്പലായിട്ടാണ് ഈ പാലസ്തീനെ കാണിച്ചു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഗാസയിലുള്ളവരെ അങ്ങനെയാണ് കാണിച്ചത്. അപ്പോൾ അവരെ ആര് സപ്പോർട്ട് ചെയ്യും? അവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഇസ്ലാമിൻ്റെ പ്രൊട്ടക്ടർ എന്നൊരു ചിന്ത ഇസ്ലാമിക ലോകത്തിൽ വരുത്തി വയ്ക്കുകയും അത് ഞങ്ങളാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അത് ഇറാൻ ശ്രമിച്ചു നോക്കി, ഖത്തർ ശ്രമിച്ചു നോക്കി. ഇറാനെ കൊണ്ട് ഇറാൻ്റെ ചെയ്യുന്നത് ഇപ്പോൾ പിടിച്ചു പറിച്ച് ഇറാൻ്റെ നടുപൊടിച്ച് അവിടെ ഇട്ടു, തല്ലി കൊന്നിട്ടു. അപ്പോൾ ഇറാനെ കൊണ്ട് ഞാൻ ഇറങ്ങാൻ പറ്റില്ല. ഖത്തർ പേടിച്ചിട്ട് അവരെ ചവിട്ടി പുറത്താക്കി. അപ്പോൾ ഇത് സൗകര്യപൂർവ്വം തയ്യിബ് എർദോഗൻ, നമ്മുടെ തുർക്കിയിലുള്ള മഹാൻ, അദ്ദേഹമാണ് ഇപ്പം പിന്നെ ഒരു അവതാരമാണെന്നൊക്കെ അവകാശപ്പെടുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മകള് പറഞ്ഞിട്ടുണ്ട് കുരിശിന് മേലെ ചന്ദ്രക്കല വയ്ക്കുന്നു, അങ്ങനെ എന്തൊക്കെ ഡയലോഗ് അടിച്ചിട്ടുള്ള ടീമാണ്. അപ്പോൾ അത്രത്തോളം ചീപ്പായിട്ടുള്ളവരും വർഗീയമായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർ പിന്നെ ഈ ഹമാസിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടൊരു ഖലീഫ ആവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ഹമാസിനെ പിടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇത് വേലിയിരിക്കുന്നതിന് എടുത്ത് വെക്കുന്നതിന് തുല്യമാണെന്നുള്ള ഉറപ്പാണ്. നാളെ ഇവർക്ക് ഇത് പാലിക്കും. അപ്പോൾ അവിടെ ഹമാസിനെ വെച്ചിട്ടുണ്ട്. ഈ എർദോഗൻ തന്നെയാണ് ഈ പിന്നെ സിറിയയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ സിറിയയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന HTS എന്ന് പറയുന്ന സംഘടനയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും തീറ്റിപ്പോറ്റുന്നതും എർദോഗനാണ്. അപ്പോൾ എർദോഗൻ്റെ കയ്യിൽ നിന്നുള്ള സപ്പോർട്ട് കൊണ്ടാണ് ഇവർ സിറിയക്കെതിരെ ചെയ്യുന്നത്. സിറിയ ഒരു വലിയ രാജ്യമാണ്. ഇനി ആ രാജ്യത്തിൻ്റെ അതിൻ്റെ ചരിത്രം ഒന്ന് ബ്രീഫായിട്ട് പറയാം. അത് കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചിരുന്നു. അത് ഫ്രാൻസിൻ്റെ കീഴിലായിരുന്നു. ഫസ്റ്റ് വേൾഡ് വാറിന് മുൻപ് അത് ഓട്ടോമൻ എംപയറിൻ്റെ കീഴിലായിരുന്നു. ഓട്ടോമൻ എംപയറിൽ നിന്ന് ഫസ്റ്റ് വേൾഡ് വാറിൽ ബ്രിട്ടൻ അലൈസ് അതിനെ മോചിപ്പിച്ചു കഴിഞ്ഞപ്പം അത് ഫ്രാൻസിൻ്റെ കീഴിലായി. ലെബനോണും സിറിയയും ഫ്രാൻസിൻ്റെ കീഴിലായി. എങ്കിലും 1945 അവിടെ ഫ്രാൻസ് അതിന് ഫ്രീഡം കൊടുത്തു. അന്ന് മുതൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി അവിടെയുണ്ട്. അവിടെ ഒരു ബാത്ത് പാർട്ടി എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ ചിന്തയുള്ള ഒരു പാർട്ടി, സെക്കുലർ ആണെന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു പാർട്ടി. ആ പാർട്ടി കുറേ കാലം പലതരത്തിൽ അത് ഭരിച്ചു. പല ഭരണകർത്താക്കൾ വന്നു. അവസാനം 1966 ആ പാർട്ടീനെ തന്നെ പാർട്ടിയുടെ നേതാവ് ഹൈജാക്ക് ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് ഹാഫിസ് അൽ അസാദ് എന്നാണ്. അങ്ങനെ 1971 മുതൽ 2000 വരെ അവിടുത്തെ പട്ടാള നേതാവായും പാർട്ടിയുടെ നേതാവായും രാജ്യത്തിൻ്റെ പ്രസിഡന്റായും ഏകാധിപതിയായിട്ട് ഈ ഹാഫിസ് അൽ അസാദ് എന്ന് പറയുന്ന ആൾ ഓട്ടോക്രാറ്റായിട്ട് ഭരിച്ചു. ഓട്ടോക്രാറ്റാണ്, ഒന്നാം തരം ഏകാധിപതിയാണ്, ആർക്കൊന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ല. 2000 ആണ്ടിൽ അയാൾ മരിക്കുന്നു. അയാളുടെ മകൻ ബഷാർ അൽ അസാദ് രാജാവാകുന്നു. ഇയാളുടെ ഒപ്താൽമോളജിസ്റ്റാണ്, കണ്ണ് ചികിത്സിക്കുന്ന ഡോക്ടറാണ്, ബ്രിട്ടീഷ് എഡ്യൂക്കേറ്റഡ് ഒക്കെയാണ്. അയാളാണ് ഇപ്പോഴും ഭരണത്തിലുള്ളത്. അത് 2000 ആണ്ട് മുതൽ ഇദ്ദേഹമാണ്. ഇത് രാജാവാണെന്ന് വെച്ചാൽ രാജാവല്ല,
പട്ടാള ഭരണാധികാരിയാണെന്ന് വെച്ചാൽ അദ്ദേഹം യൂണിഫോം ഇടാറില്ല, പക്ഷേ ഓട്ടോക്രാറ്റ്. ഈ 2012 അടുപ്പിച്ചുണ്ടായിട്ടുള്ള പിന്നെ സിറിയൻ സിവിൽ വാറിൽ കൊല്ലപ്പെട്ടത് 6 ലക്ഷത്തിലധികം മനുഷ്യരാണ്. ആ മനുഷ്യരെ മുഴുവൻ വന്നത് പട്ടാളമാണ്. അപ്പം ഏകദേശം ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ പറ്റി നിങ്ങൾക്ക് ധാരണ വരും. നാട്ടുകാരെ കൊല്ലുന്ന പട്ടാളം. അവിടുന്ന് ഏകദേശം 60 ലക്ഷത്തോളം മനുഷ്യർ വിവിധ രാജ്യങ്ങളിലേക്ക്, വെസ്റ്റേൺ കൺട്രീസ് അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു പോയിട്ടുണ്ട്, രാജ്യം ഉപേക്ഷിച്ച്. ഇയാളുടെ ഭരണത്തിൻ്റെ മേന്മ കൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇയാൾ ശരിക്കും ഇറാഖിലുള്ള ഒരു ആൽവൈറ്റ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ആൽവൈറ്റ് കമ്മ്യൂണിറ്റി. ഇത് ഷിയായാണ്. ആ ഷിയ കമ്മ്യൂണിറ്റിയിലുള്ള ആളാണ് ഇദ്ദേഹം. ഇവർ പിന്നെ 10-ാം നൂറ്റാണ്ടിൽ ഇറാഖിൽ നിന്ന് കുടിയേറി സിറിയയിലെത്തിയതാണ്. അപ്പോൾ നമുക്കിത് ഏകദേശം മനസ്സിലാക്കാം. ഈ ഇറാഖിലായിരുന്നു ആദ്യം ഏറ്റവും അധികം കച്ചറ. ഇസ്ലാമിൽ ഈ ഷിയ സുന്നി ഇമാതിരിയുള്ള സാധനങ്ങളെല്ലാം കൂടി ഏറ്റവും തല്ലുകൂടിയിട്ടുള്ള ഒരു പ്രദേശം ഇറാഖാണ്. ഇപ്പോൾ പഴയ ആദ്യ നൂറ്റാണ്ടുകളിൽ അങ്ങനെ അവിടുന്ന് മനുഷ്യരിങ്ങനെ നിരന്തരമായിട്ട് പലായനം ചെയ്തു. ഇപ്പോൾ സിറിയ എന്നൊക്കെ പലായനം ചെയ്തതുപോലെ നിരന്തരമായിട്ട് അറബ് ദേശങ്ങളിൽ ഇവർ നേരത്തെ പറഞ്ഞതുപോലെ അവൻ എല്ലാവരുടെയും കൈ അവനെതിരായി വീരും, അവൻ തൻ്റെ സഹോദരനെതിരായി പ്രവർത്തിക്കും എന്ന് പറയും. ഈ കലഹം ഇത് നിരന്തരമായിട്ട് ഈ പ്രദേശങ്ങളിലുണ്ട്. ഈ കലഹത്തിൻ്റെ ഭാഗമായി അവിടുന്ന് ഓടിയ ആളുകളാണ് ഈ പലസ്തീന പ്രദേശത്ത് കുടിയേറി താമസിച്ചുള്ള ആളുകൾ. അത് യഹൂദന്മാരുടെ സ്ഥലം, അതവിടെ ഫ്രീ ആയി കിടന്നു, അവിടെ ഇവിടെ കയറി താമസിച്ചു. ഇങ്ങനെയാണ് ഇവരിവിടെ എത്തുന്നത്. അതാണ് ഇതിൻ്റെ ചരിത്രം. അപ്പോൾ ഈ പിന്നെ ബഷർ അൽ അസാദ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിനെതിരെ ഇദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റി ഞാൻ പറഞ്ഞു, ഇദ്ദേഹം ഒരു ഷിയ കമ്മ്യൂണിറ്റിക്കാരനാണ്. ആൽവൈറ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഷിയയുടെ ഒരു ഓഫ് ഷൂട്ടാണ്. സ്വാഭാവികമായിട്ടും സുന്നികൾക്ക് ഇയാളെ ഇഷ്ടമില്ല. അപ്പോൾ ഇത് സുന്നികളാണ് ഇപ്പോൾ ഈ റിബലിയൻ ഫോഴ്സ് നടത്തുന്നത്. ഈ രാജ്യത്ത് 74% സുന്നി മുസ്ലിംസ് ഉണ്ട്, 13% ഷിയ മുസ്ലിംസ് ഉണ്ട്, 10% ക്രിസ്ത്യാനികളുണ്ട്. സിറിയയിലെ കാര്യമാണ് പറയുന്നത്. 3% ഡ്രൂസ് എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മൾ കേട്ടിട്ട് പോലില്ലാത്തൊരു കമ്മ്യൂണിറ്റിയാണ് ഡ്രൂസ് എന്ന് പറയുന്നത്. ഇത് ഇറാഖിലും സിറിയയിലും ലെബനോണിലും ഇസ്രായേലിലും മാത്രമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ഏകദേശം 10 ലക്ഷം ആളുകളുടെ ലോകത്തിലാകെ ഇതിനുള്ളൂ. അവർ പിന്നെ മുഹമ്മദ് നബീനെയും മോശേനെയും ക്രിസ്തുവിനെയും ഏകദേശം ഒരേ റേഞ്ചിൽ 3 പ്രവാചകന്മാരായിട്ട് പരിഗണിക്കുന്നവരാണ്. അവരുടെ ദൈവമായിട്ട് അവർ കരുതുന്നത് അൽ ഹക്കീം ബി അമ്രിത് അള്ളാ എന്ന് പറയുന്ന ഒരു ഖലീഫയെയാണ്. അദ്ദേഹം 7-ാം നൂറ്റാണ്ടിലോ 8-ാം നൂറ്റാണ്ടിലോ ഉണ്ടായിരുന്ന ഒരു ഖലീഫയാണ്. അദ്ദേഹം ദൈവത്തിൻ്റെ അള്ളാഹിൻ്റെ അവതാരമാണ് എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന ഒരു സമൂഹമാണ്. ഇതും ഒരു 3% ഈ രാജ്യത്തുണ്ട്. അപ്പോൾ 74% സുന്നീസാണ്. അപ്പോൾ ഇയാൾ 13% വരെ സുന്നീസിൽ നല്ലൊരു വിഭാഗം കുർദ് എന്ന് പറയുന്നൊരു വിഭാഗക്കാരാണ്, ഒരു ആദിവാസി വിഭാഗമാണ്. അപ്പം അവർ വേറെയുണ്ട്. ഇത് പ്യുവർ സുന്നീസ് ആയിട്ടുള്ളൊരു ഒത്തിരി സെക്ട്സ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ സെക്റ്റുകളിൽ ഈ സമരം ചെയ്യുന്നവർ സുന്നികൾ തന്നെയാണ്. മുഴുവൻ സുന്നികളും അല്ല, ഒരു വിഭാഗം സുന്നികളാണ്. ആ സുന്നികൾ രാജ്യത്തിൻ്റെ വടക്കുമുണ്ട് തെക്കുമുണ്ട്. ഇപ്പോൾ വടക്ക് നിന്നാണ് ഇവർ കയറി വരുന്നത്. ഒരു പക്ഷേ ഈ പ്രസിഡന്റിൻ്റെ കസേര തന്നെ തെറിക്കാൻ പോകുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ഇവരിപ്പോൾ ആലപ്പോ പിടിച്ചു. എന്തുകൊണ്ടാണ് ഇതിപ്പോൾ സംഭവിച്ചത്? ഇത് സംഭവിക്കാനുണ്ടായ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിസ്ബുള്ളയുടെ നടുപൊടിച്ചു എന്നുള്ളതാണ്. കാരണം ഈ അസാറിൻ്റെ ഈ മന്ത്രിസഭയെ താങ്ങി നിർത്തിയിരുന്നത് ഹിസ്ബുള്ള എന്ന് പറയുന്ന റിബൽ ഫോഴ്സാണ്. ഈ പറയുന്ന സുന്നികളെ ഇവരെ ഒതുക്കി നിർത്തിയിരുന്നത് രാജ്യത്തെ ആർമി അല്ല, ഹിസ്ബുള്ളയാണ് ഇവരെ ഒതുക്കി നിർത്തിയിരുന്നത്. അപ്പോൾ ഹിസ്ബുള്ളയെ ഇസ്രായേൽ തല്ലിക്കൊന്നു കഴിഞ്ഞപ്പോൾ ഹിസ്ബുള്ളയുടെ റെസിസ്റ്റൻസ് ഇവർക്ക് ഇല്ലാതായി. പിന്നെ ഇവരെ സഹായിച്ചുകൊണ്ടിരുന്ന ഇറാനും റഷ്യയുമാണ്. എന്തെങ്കിലും വലിയ പ്രശ്നം വരുമ്പം, വ്യോമാക്രമണമൊക്കെ ആവശ്യം വരുമ്പം ചെയ്തുകൊണ്ടിരുന്നത് റഷ്യയും ഇറാനുമാണ്. റഷ്യയ്ക്ക് അവിടെ മിലിറ്ററി താവളങ്ങളുണ്ടായിരുന്നു, എയർബേസുകളുണ്ടായിരുന്നു, അവിടെ ജെറ്റുകൾ അവർ സൂക്ഷിച്ചിരുന്നു, പിന്നെ ആൻറ്റി മിസൈൽ സിസ്റ്റങ്ങൾ സൂക്ഷിച്ചിരുന്നു, എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ സൂക്ഷിച്ചിരുന്നു. ഇങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം ഈ യുക്രൈനുമായിട്ടുള്ള യുദ്ധം വന്നപ്പോൾ ഇവരോടൊന്ന് മൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ റഷ്യയുടെ മിലിറ്ററി അസറ്റ്സ് മുഴുവൻ അവിടെ നിന്ന് പോയി. ഇറാൻ്റെ മിലിറ്ററി അസറ്റ്സ് ആലപ്പോയിലുണ്ടായിരുന്ന 12 മിലിറ്ററി കേന്ദ്രങ്ങൾ ഇന്നലെ ആക്രമിച്ച് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇറാൻ്റെ കോൺസുലേറ്റും അവർ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇറാനിട്ട് നല്ല അടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇപ്പം ഇസ്രായേലിനെ നിന്ന് അടി കിട്ടിയിട്ട് ഇറാന് നടുവ് പോകുന്നില്ല, ഇറാൻ അനങ്ങാൻ പറ്റുന്നില്ല. റഷ്യ വന്നിട്ട് ഇപ്പോൾ കുറച്ച് ബോംബിങ്ങൊക്കെ നടത്തിയിട്ടുണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും ആലപ്പോ ഫ്രീ ആക്കാൻ സാധിച്ചിട്ടില്ല. അസാറിൻ്റെ പട്ടാളം, അതായത് ലബനീസ് സിറിയൻ പട്ടാളം അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അപ്പം ഇവിടെ വരുന്നത് ശരിക്കും റഷ്യ ഇപ്പം ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ അവിടെ ലോക്ക്ഡൗൺ. അപ്പോൾ റഷ്യക്ക് ഇവിടെ സഹായിക്കാൻ പറ്റില്ല. ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന കർശനമായൊരു ഒരു ഭീഷണി മുഴക്കിയതുകൊണ്ട് ഇറാൻ അനങ്ങാൻ പറ്റില്ല. ഇറാനെ സംബന്ധിച്ച് ഇസ്രായേലിന് അടി വരുന്നുണ്ടോ നോക്കി പേടിച്ച് വരേണ്ടവരിക്കുകയാണ്. അപ്പോൾ അവരൊന്നും ചെയ്യല. ഇനി ഇറാൻ്റെ വേട്ടപ്പട്ടികളായിട്ടുള്ള ഹിസ്ബുള്ള അതിൻ്റെ കംപ്ലീറ്റ് നടുവ് ഇസ്രായേൽ ഒടിച്ചു കളഞ്ഞു. അപ്പോൾ അവരുടെ പിന്നെ വെപ്പൺസ് മുഴുവൻ പോയി, വെപ്പൺസ് ഉണ്ടാക്കുന്ന പിന്നെ സ്ഥലങ്ങൾ പോയി, സപ്ലൈ ചെയിൻസ് പോയി. അപ്പോൾ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അത് സിറിയയിലായിക്കോട്ടെ ലെബനോണിലായിക്കോട്ടെ ഉള്ളത് മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. പിന്നെ സിറിയയുടെ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് സ്ഥിതി എന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ടുള്ള എക്സിസ്റ്റിംഗ് സ്ഥിതി, അതിൻ്റെ 70% മാത്രമേ ലെബനീസ് ഗവൺമെൻറ് കയ്യിലുള്ളൂ.
ബാക്കി 30% നല്ലൊരു ഭാഗം വടക്ക് കിഴക്കൻ ഭാഗം മൊത്തം കുർദിസ് എന്ന് പറയുന്ന ഒരു ആദിവാസി സമൂഹത്തിന് ഒരു ഫോഴ്സിൻ്റെ കയ്യിലാണ്. അവിടെ US പട്ടാളത്തിൻ്റെ പ്രസൻസ് ഉണ്ട്. US സപ്പോർട്ടോടെയാണ് കുർദിസ് മൂവ്മെൻറ്റ് അവിടെ നടക്കുന്നത്. അവിടെ മിലിറ്ററി പ്രസൻസ്, USൻ്റെ ഫിസിക്കൽ മിലിറ്ററി പ്രസൻസ് ഉണ്ട്. US പട്ടാളം അവിടെയുണ്ട്. അപ്പോൾ അത് പിന്നെ ഒരു രാജ്യത്തിൻ്റെ 25%ഓളം അവരുടെ കയ്യിലാണുള്ളത്. പിന്നെ ഈ സുന്നി റിബൽസിൻ്റെ കയ്യിൽ ബാക്കി ഒരു 5%ഓളം സുന്നി റിബൽസിൻ്റെ കയ്യിലുണ്ട്. ഇസ്രായേൽ ഇങ്ങ് തെക്ക് ഭാഗത്ത് ഗോലാൻ കുന്നുകൾ കടന്നിട്ട് അവരിപ്പോൾ കുറച്ചും കൂടി ഉള്ളിലേക്ക് കടന്ന് ഇസ്രായേലും കുറച്ച് ഭാഗം കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 70% താഴെ മാത്രമേ ഗവൺമെൻറ് കയ്യിലുള്ളൂ. ബാക്കി 30% ഓൾറെഡി പുറത്താണ്. അപ്പോൾ ഈ പ്രശ്നം കണ്ടമാനം മൂത്ത് വന്നാലും ഗവൺമെൻറ് പുറത്തു. അപ്പോൾ ഇവിടെ വളരെ രസകരമായ ചില കാഴ്ചകൾ കാണാൻ പറ്റും. ഇപ്പോൾ ഇറാനായിട്ട് നല്ലോണം അവിടുന്ന് അടികിട്ടി കഴിഞ്ഞപ്പോൾ ഇറാൻ പറഞ്ഞത് ഇത് US-ഉം പിന്നെ സയനിസ്റ്റുകളും ചേർന്ന് സിറിയയെ ആക്രമിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ യഹൂദരെ ഇപ്പോൾ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ് അവർ പറയുന്നത്? യഹൂദരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളാണെന്നാണ് പറയുന്നത്. സുന്നി മുസ്ലിങ്ങൾ ഇപ്പം യഹൂദർക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇറാൻ പറയുന്നത് യഹൂദരെ ഇപ്പോൾ സഹായിക്കുന്നത് മുസ്ലിങ്ങളാണെന്നാണ് പറയുന്നത്. യഹൂദരെ മുസ്ലിങ്ങൾ സഹായിക്കുക, അവിടേക്ക് എത്തി കാര്യങ്ങൾ. പക്ഷേ നേരെ മറിച്ച് നമുക്ക് ലോകം മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല. ഇറാൻ പറയുന്നത് അങ്ങനെയാണ്, യൂതന്മാരെ ഇപ്പം മുസ്ലിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. സുന്നികളുടെ ഈ ഭാഗത്ത് നിന്ന് വരുന്ന ആക്രമണം അത് യൂതൻ്റെ ആക്രമണമായിട്ടാണ് അവർ കരുതുന്നത്. ഇനി എർദോഗനാണ് ഇവരെ സഹായിക്കുന്നതെന്നാണ് ഒരു പൊതുധാരണ. ഇപ്പോൾ സുന്നികളെ സഹായിക്കുന്നത് എർദോഗനാണെന്നുള്ളതാണ്. അപ്പോൾ എർദോഗൻ്റെ ആവശ്യം എന്താ? എർദോഗൻ്റെ ആവശ്യം അദ്ദേഹത്തിൻ്റെ ടർക്കി ഇതിന് തൊട്ടടുത്ത രാജ്യമാണ്. ടർക്കിയോട് ചേർന്നുള്ള പ്രദേശത്താണ് ഇവരെയും കൊണ്ട് കയറി വരുന്നത്. അപ്പോൾ ഈ ടർക്കിയും സിറിയയും കൂടി ചേർന്ന് ഒരു കാലിഫേറ്റ്, കുറച്ചും കൂടി വലിയൊരു കാലിഫേറ്റ് അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് മുഴുവൻ അറബ് രാജ്യങ്ങളും അദ്ദേഹത്തിൻ്റെ കാലിഫേറ്റിൻ്റെ കീഴിൽ കൊണ്ടുവരണം എന്നുള്ളൊരു വളരെ വികലമായൊരു സ്വപ്നം കൊണ്ടു നടക്കുന്ന ആളാണ് എർദോഗൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇതിലേക്ക് കടന്നു വരുന്നതെന്നാണ് ഒരു പൊതുധാരണയുള്ളത്. ഈ എർദോഗൻ തുർക്കി ആവട്ടെ, ഇയാൾ നാറ്റോയിൽ അംഗമാണ്. നാറ്റോയുടെ ഇൻട്രസ്റ്റ് അല്ല ഇത്. ഈ സിറിയ ആക്രമിക്കുക എന്നുള്ള നാറ്റോയുടെ ഇൻട്രസ്റ്റ് അല്ല. വാസ്തവത്തിൽ ഈ അസാദിനെ അവിടെ നിന്ന് കസേരയിൽ നിന്ന് പുറത്താക്കാൻ ആർക്കും താല്പര്യമില്ല. ഇസ്രായേലിന് താല്പര്യമില്ല, US-ന് താല്പര്യമില്ല, റഷ്യക്ക് താല്പര്യമില്ല, ഇറാന് താല്പര്യമില്ല, ആർക്കും താല്പര്യമില്ല. അയാൾ അവിടെ ഇരിക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. കാരണം അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അൽഖ്വയ്ദ പോലത്തെ ഒരു ഫോഴ്സാണ്. പക്ഷേ ഇവർ പറയുന്നത് അൽഖ്വയ്ദ ഇപ്പോൾ ഈ ഫൈറ്റ് ചെയ്യുന്ന ഫോഴ്സ് പറയുന്നത് ഞങ്ങൾക്ക് ക്രിസ്ത്യാനികളെ ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾ അവരെ ഒന്നും ചെയ്യത്തില്ല, ഇസ്രായേലിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു, അവരോട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയുന്നവരാണ് ഈ സിറിയയിൽ ഇപ്പോൾ അലപ്പോയിൽ ഇപ്പോൾ യുദ്ധം ചെയ്ത് കയറി വരുന്ന ഈ HDS എന്ന് പറയുന്ന ഭീകര സംഘടന. അവർ ഇസ്രായേലിനെ അംഗീകരിക്കുന്നവരാണ്. അവർ പിന്നെ ക്രിസ്ത്യാനികളോട് പ്രശ്നമില്ല എന്ന് പറയുന്നവരാണ്. വെസ്റ്റിനോട് അവർക്ക് യാതൊരു പ്രശ്നമില്ല എന്ന് പറയുന്നവരാണ്. അപ്പോൾ അവർ പക്ഷേ ഇവരെയൊന്നും ഒരിക്കലും വിശ്വസിക്കാനാവില്ല എന്ന് നമുക്കറിയാം. ഇവർ ഇന്ന് പറയുന്നത് നാളെ പറയില്ല. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് കാലിൽ വീണ് വെടിനിർത്തൽ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞവരാണ് അവർ. വെടിനിർത്തി കൊടുത്തപ്പോൾ ഞങ്ങൾ ജയിച്ചതെന്ന് പറഞ്ഞ് അവിടെ കൈപ്പൊക്കി നടത്തും. അപ്പോൾ ഇതാണ് ഇവരുടെ വർത്താനം. ഇവർക്ക് പറയുന്നതിനകത്ത് യാതൊരു ലെവലും ഇല്ലാത്ത ആളുകളാണ്. ഇന്ന് പറയുന്നത് നാളെ ഇവർ പറയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരെ വിശ്വസിച്ച് അവിടെ ഇരുത്താൻ പറ്റില്ല. അപ്പോൾ അസാദ് ചേർന്ന് തുടരുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. പക്ഷേ എങ്ങനെ നടക്കും? എർദോഗൻ ഒരു ഫോഴ്സാണ്. ഇപ്പോൾ ഒരു പ്രശ്നമുള്ളത്, ഇറാനെ നടുവിൽ പൊടിച്ചു. എർദോഗൻ വളർന്നു വന്നാൽ എർദോഗൻ വേറൊരു ഇറാനായി മാറും. ഇത് എല്ലാവർക്കും ഭീഷണിയാണ്, ഇസ്രായേലിന് പ്രത്യേകിച്ച് ഭീഷണിയാണ്. അപ്പം എർദോഗനെ ഇതിലേക്ക് എത്തിക്കേണ്ടതുണ്ടോ? എർദോഗനെ അതിലേക്ക് എത്തിക്കാതിരിക്കേണ്ടത് ഒന്നാമത്തെ ആവശ്യം ഇസ്രായേലിന് തന്നെയാണ്. അതുപോലെ തന്നെ അത് റഷ്യയുടെയും ആവശ്യമാണ്. എർദോഗൻ റഷ്യയ്ക്കും ഭീഷണിയാണ്. അപ്പോൾ റഷ്യ എങ്ങനെ ഇതിനെ മീറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ സംഗതി. കാരണം റഷ്യയ്ക്ക് ഉക്രൈൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ പൊളിറ്റിക്കൽ അനലിസ്റ്റുകൾ പറയുന്നത് ഇസ്രായേലിനെ ഉപയോഗിച്ച് റഷ്യ ഈ റിബൽ ഫോഴ്സുകളെ തടയും എന്നാണ്. ഇസ്രായേലിനെ ഉപയോഗിച്ച് തടയും. അപ്പോൾ ഇസ്രായേലിനെ ഉപയോഗിച്ച് അസാദിനെ രക്ഷിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഇക്വേഷൻസ് എങ്ങനെയാണ് മാറി വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ വാസ്തവത്തിൽ ഈ ക്ലൈമറ്റ് വളരെ ഏറ്റവും ഗുണകരമായി വരുന്ന ഇസ്രായേലിന് തന്നെയാണ്. ഇസ്രായേലിന് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളായിട്ട് വരുന്നത്. കാരണം ഇറാന് നിവർന്നു നിൽക്കാൻ പറ്റില്ല. റഷ്യയെ സംബന്ധിച്ചും അതുപോലത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇസ്രായേലിനെ ഉപയോഗിച്ച് ഈ അസാദ് ഭരണകൂടത്തെ രക്ഷിച്ചവിടെ നിർത്തുകയാണെങ്കിൽ ടർക്കിയുടെ വളർച്ച ഒഴിവാക്കാൻ പറ്റും. ടർക്കിയുടെ വളർച്ച ഒഴിവാക്കുക എന്നുള്ളത് എല്ലാവരെയും സംബന്ധിച്ച് ആവശ്യമാണ്. ഇല്ലെങ്കിൽ നാളത്തെ ഇറാൻ എന്ന് പറയുന്ന റിബൽ ഫോഴ്സ് കറസ്പോണ്ടിങ് ആയിട്ട് വളരാൻ പോകുന്ന കറസ്പോണ്ടിങ് ഫോഴ്സ് ടർക്കിയാണ്. അത് യൂറോപ്പിൻ്റെ വക്കിൽ കിടക്കുന്ന ഒരു രാജ്യമാണ്. എല്ലാവരെയും സംബന്ധിച്ച് തലവേദനയാവും. അപ്പോൾ ആ തലവേദന വളരാതിരിക്കാൻ വേണ്ടി ഇസ്രായേലിനെ ഉപയോഗിച്ച് ഈ റിബൽ ഫോഴ്സുകളെ ഒതുക്കി നിർത്താനുള്ള സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇനി ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ റിബൽ ഫോഴ്സുകൾ സിറിയയെ എത്രത്തോളം അൺസ്റ്റേബിൾ ആക്കി നിർത്തുമോ, വീഴാത്ത നിലയിൽ ആട്ടി നിർത്തുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. കാരണം സിറിയ സ്ട്രോങ് ആവരുത് എന്നാൽ നശിച്ചു പോവുകയും ചെയ്തത് കാരണം ഇസ്രായേലിൻ്റെ സംഗതി. അപ്പോൾ ഇത് ഇൻ്റർനാഷണൽ നയതന്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഈ കളി കാത്തിരുന്ന് കാണുകയേ നിവൃത്തിയുള്ളൂ. ഇത് കുറേ നാളത്തേക്ക് ഇതിങ്ങനെ തുടർന്നു പോകും. ഇത് എവിടേക്കാണ് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ ഫേവറബിൾ ആയിട്ടാണ് സിറ്റുവേഷൻസ് പോകുന്നത്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാത്തിരുന്ന് കാണാം.